അപ്പം AI എന്നോട് മലയാളത്തിൽ ചോദിക്കുകയാണ്, താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്? എന്നോട് മലയാളത്തിൽ തന്നെ ചോദിച്ചോളൂ. അപ്പം ഞാൻ മലയാളത്തിലൊരു ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. ഹായ്, കേരളത്തിൽ ഫാമിലിയായിട്ട് ഒരു ദിവസത്തെ ട്രിപ്പ് പോകാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഏതാണ്? ഒന്ന് സജസ്റ്റ് ചെയ്യാമോ? അപ്പം ഞാൻ അതിന് മലയാളത്തിൽ തന്നെയാണ് ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആൻസർ വന്നിട്ടുണ്ട്. കേരളത്തിലെ ഒരു ദിവസത്തെ കുടുംബയാത്രയ്ക്ക് ആലപ്പുഴയിലെ പ്രശാന്തമായ കായൽ പര്യവേക്ഷണം ചെയ്യുന്നത് പരിഗണിക്കുക. നിങ്ങൾക്ക് ഒരു ഹൗസ് ബോട്ട് സവാരി ആസ്വദിക്കാനും മനോഹരമായ പ്രകൃതിദൃശ്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനും പ്രാദേശിക സംസ്കാരം ആസ്വദിക്കാനും കഴിയും. ഹലോ ദേർ, ഇറ്റ്സ് മീ സിബിൻ ഹിയർ. ഇന്നത്തെ വീഡിയോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കൊരു AI ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാം. നമുക്കറിയാം ഗൂഗിൾ അല്ലെങ്കിൽ ആമസോൺ, എലക്സ അല്ലെങ്കിൽ സിറി എല്ലാം ഇംഗ്ലീഷിലും അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിങ്ങൾക്ക് മലയാളത്തിൽ ഒരു ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാം. അത് AI മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചോദ്യങ്ങളും മലയാളത്തിൽ തന്നെ ചോദിക്കാം. അങ്ങനെ മലയാളത്തിൽ തന്നെ AI ആൻസർ ചെയ്യുന്നു. അത് ഒരു വാട്സപ്പ് ചാറ്റ് ബോട്ടിനുള്ളിലൂടെ. സോ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്കും ഒരു എന്റർപ്രൈസ് ക്വാളിറ്റി AI ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നും പഠിക്കാൻ സാധിക്കും. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. മലയാളം സംസാരിക്കുന്ന AI ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ലിബ്രോമിക് കണക്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഞാൻ കുറച്ചധികം വീഡിയോസ് വാട്സപ്പ് ഓട്ടോമേഷനെ കുറിച്ച്, വാട്സപ്പ് ചാറ്റ് ബോട്ടിനെ കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം ഉപയോഗിക്കുന്ന ഈ സെയിം സോഫ്റ്റ്വെയർ ആണ്. ഇതിൽ ഞാൻ ക്വിക്കായിട്ടൊരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ അധികം ഡീറ്റെയിൽസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, ഞാൻ ക്രിയേറ്റ് എ ബോട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ക്യാൻവാസിലേക്ക് വന്നു. അപ്പോൾ സ്റ്റാർട്ട് ബട്ടണിലാണ് ഒരു യൂസറുടെ ഇൻകമിംഗ് മെസ്സേജ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ചാറ്റ് ബോട്ട് ട്രിഗർ ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ട് വന്നു. അപ്പോൾ അതിൽ നമ്മൾ ആദ്യമായിട്ട് യൂസറിലേക്ക് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുവാണ്, ടെക്സ്റ്റ് മെസ്സേജ്. അപ്പോൾ ആ ഒരു മൊഡ്യൂൾ ഡ്രാഗ് ചെയ്തിട്ട് ഞാൻ കണക്ട് ചെയ്യുവാണ്. ഇനി ആ ഒരു മെസ്സേജ് മൊഡ്യൂളിൽ ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു ടെക്സ്റ്റ് പേസ്റ്റ് ചെയ്യുവാണ്. താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്? എന്നോട് മലയാളത്തിൽ തന്നെ ചോദിച്ചോളൂ എന്നാണ് AI ചോദിക്കുന്നത്. അപ്പോൾ ഒരു യൂസർ ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുന്ന ഒരു മെസ്സേജ് ഇതായിരിക്കും. അതിൽ നിന്ന് നെക്സ്റ്റ് ആയിട്ട് യൂസറുടെ വോയിസ് ആയിരിക്കും കളക്ട് ചെയ്യേണ്ടി വരിക. പക്ഷേ തൽക്കാലം ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെക്സ്റ്റ് ആയിട്ട് തന്നെയാണ് ആൻസർ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, തൽക്കാലം നമ്മൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു വേരിയബിളായിട്ട് സേവ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ യൂസർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് സേവ് ആവും. ഇനി അടുത്തായിട്ട് നമുക്ക് നേരെ ഉപയോഗിക്കേണ്ടത് OpenAI വേർഷൻ 2 എന്ന് പറയുന്ന മൊഡ്യൂളാണ്. അപ്പോൾ ഇത് ഞാൻ ഡ്രാഗ് ചെയ്തിടുന്നു, നേരെ ഈ ഒരു മൊഡ്യൂൾ കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ഞാൻ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണ്. അപ്പോൾ അതിൽ ആദ്യം അക്കൗണ്ട് സെലക്ട് ചെയ്യുകയാണ്. ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ഇവിടെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? OpenAIയുടെ കീ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ OpenAIയുടെ വെബ്സൈറ്റിൽ ചെന്ന് അക്കൗണ്ട് രജിസ്റ്റർ ചെയ്ത് പേയ്മെൻറ്റ് മെത്തേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സീക്രട്ട് കീ ഇവിടെ ജനറേറ്റ് ചെയ്യാം. ആ ഒരു സീക്രട്ട് കീ എന്ത് ചെയ്യുന്നു? നമ്മളിവിടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി ആഡ് ചെയ്ത് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് ചാറ്റ് കംപ്ലീഷൻ തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത്. നമ്മൾ കസ്റ്റം ഡാറ്റ സോഴ്സ് അല്ല. കസ്റ്റം ഡാറ്റ സോഴ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഒരു ബിസിനസ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ AI ചാറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു ജനറൽ നോളജ് മാത്രമാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ മോഡലൊന്ന് സിങ്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ളിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന മോഡൽസിൽ വരും. ഇതിൽ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് GPT 3.5 ടർബോ ആണ്. ഇനി അതിനുള്ളിൽ ഞാൻ മെസ്സേജസിനുള്ളിലേക്ക് പോവാണ്. ആഡ് മെസ്സേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. ആദ്യമായിട്ട് ഞാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റം മെസ്സേജാണ്. അപ്പോൾ നമുക്ക് ഇവിടെയാണ് സിസ്റ്റം ഒരു പ്രോംപ്റ്റ് കൊടുക്കേണ്ടത്, എന്താണ് ഈ ചാറ്റ് ബോർഡ് എന്നുള്ളത്. ഓക്കെ, എക്സാമ്പിൾ ഞാൻ ഇവിടെ UR. ഇനി നെക്സ്റ്റ് ആഡ് മെസ്സേജ് വീണ്ടും ക്ലിക്ക് ചെയ്യുവാണ്. അതിനുള്ളിൽ നമുക്ക് ഉദ്ദേശിക്കുന്ന ഒരു യൂസറുടെ ഒരു മെസ്സേജാണ്. നമുക്കൊരു സാമ്പിൾ ഡാറ്റ പ്രൊവൈഡ് ചെയ്യണ AIയിലേക്ക്. അപ്പോൾ അതിലേക്ക് ഒരു യൂസറുടെ ഒരു മെസ്സേജ് സെറ്റ് ചെയ്യുവാണ്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ കേരള എന്ന് കൊടുക്കുകയാണ് യൂസറുടെ ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലൊരു ആൻസറും കൊടുക്കണം. അപ്പോൾ അതിൽ അസിസ്റ്റൻ്റ് ആണ്. അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഒരു ആൻസർ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള. ദ ക്യാപിറ്റൽ ഓഫ് കേരള ഈസ് ഓൾസോ സ്പെൽഡ് as തിരുവനന്തപുരം. ഇറ്റ് ഈസ് ഓൾസോ നോൺ ഫോർ ഇറ്റ്സ് ഏലിയൻ നെയിം ട്രിവാൻഡ്രം. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇനി ഒരു ആഡിൻ്റെ മെസ്സേജ് കൂടി കൊടുക്കണം. അപ്പോൾ അതിനുള്ളിൽ യൂസർ ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ ആയിരിക്കും ഒറിജിനൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഇവിടെ ഞാൻ വീണ്ടും യൂസർ സെലക്ട് ചെയ്യുകയാണ്. അതിനുള്ളിൽ നിന്ന് നമ്മൾ നേരത്തെ കളക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന വേരിയബിൾ മാപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അടുത്ത് നമ്മൾ AI നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുപോലെ ഒരു ആൻസർ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ചോദ്യത്തിന്. ഇത്രയാണോ അതിൻ്റെ ലോജിക്ക് വരുന്നത്? ഓക്കെ, ഇവിടെ നമ്മുടെ പ്രോംപ്റ്റ് വരുന്നു, ഒരു സാമ്പിൾ കൊടുത്തിരിക്കുന്നു, ഇനി നമ്മുടെ ആക്ച്വൽ ക്വസ്റ്റ്യൻ കൊടുക്കുന്നു, ഇനി ആൻസർ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. ഇനി സെറ്റിങ്സിൽ നമ്മളൊന്നും തൽക്കാലം ചെയ്യുന്നില്ല. ഇനി നമ്മൾ സേവ് ആൻസറിലേക്ക് പോയിട്ട് നേരെ ആൻസർ സേവ് ആണ് ചെയ്യുന്നത്. ആൻസർ എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് AIയുടെ ആൻസർ സേവ് ചെയ്യുന്നു. ഇത്രയാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇനി ഈ ഒരു ആൻസർ തിരിച്ചൊരു മെസ്സേജ് ആയിട്ട് യൂസറിലേക്ക് വേണം. അതിനായിട്ട് ഞാൻ വീണ്ടും ആ മെസ്സേജ് ബ്ലോക്ക് ക്ലിക്ക് ചെയ്യുന്നു, ഡ്രാഗ് ചെയ്യുന്നു, ഈ ഒരു എഡ്ജ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. അതിനുശേഷം ആൻസർ എന്ന് പറയുന്ന ഒരു വേരിയബിൾ അതിലേക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ AIയുടെ ആൻസർ യൂസറിലേക്ക് തിരിച്ച് മെസ്സേജ് ആയിട്ട് പോകും. അപ്പോൾ ഞാൻ വീണ്ടും ആ ഒരു നോഡ് എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി സേവ് ചെയ്യുന്നു. ഇനി ഇത്രയും ഓപ്ഷൻസ് നമുക്ക് ബേസിക് ആയിട്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു ചാറ്റ് ബോർഡിന് ഒരു നെയിം കൊടുക്കുകയാണ്. MAL AI എന്ന് കൊടുക്കുകയാണ്. ഇതൊരു 15 മിനിറ്റ് കഴിയുമ്പോൾ റീസെറ്റ് ചെയ്യാനുള്ള രീതിയിൽ സെറ്റ് ചെയ്യുന്നു. MAL AI. ഓക്കെ, ഇത് സേവ് ചെയ്തു. ഇതിപ്പോൾ മലയാളത്തിലല്ല നമുക്ക് ചോദിക്കാൻ പറ്റുക. ഇതിപ്പോൾ ഇംഗ്ലീഷിലാണ് ഇപ്പോൾ ചോദിക്കാൻ പറ്റുള്ളൂ.
അപ്പോൾ അതിന് ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ആൻസർ തരിക. അപ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ കറക്റ്റ് ആണെന്ന് ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്യാം. ടെസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ ഫോൺ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിലേക്ക് ഞാൻ ആദ്യം ഈ ഒരു ചാറ്റ് ബോട്ട് ട്രിഗർ ചെയ്യാനായിട്ട് #start MALAI എന്ന് പറയുന്നൊരു കോഡ് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, നമുക്ക് നോക്കാം താങ്കൾക്ക് എന്താണ് അറിയേണ്ടത്. നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ചോദ്യം വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം ആൻസർ തരുന്നുണ്ടോ നോക്കാം. ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ ഈസ് ന്യൂഡൽഹി. പ്രോപ്പറായിട്ട് അപ്പോൾ ആൻസർ ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് തന്നെ നമുക്കതിൻ്റെ ഒരു അടുത്ത ചോദ്യം തിരിച്ചിവിടെ കണക്ട് ചെയ്തുകൊണ്ട് അതവിടെ വന്നിട്ടുണ്ട്. നമുക്കിതിനിടയിൽ ഒരു ഡിലേ കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, ഒരു ഡിലേ ഇടുവാണ്. ഞാനൊരു 3 സെക്കൻഡ് ഡിലേ ഇടുവാണ്. എന്നിട്ടാണ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നത്. പിന്നെ അത് പ്രോപ്പറായിട്ട് ആൻസർ ചെയ്തോളൂ. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം ചോദിച്ചു നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഈ ഒരു കോൺടെക്സ്റ്റ് ഇതിൽ മെമ്മറിയിലുണ്ടോ? നമ്മൾ അടുത്തൊരു ചോദ്യം ഈ ഒരു വാട്ട് ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചതിൻ്റെ ആൻസറിന് വീണ്ടും ഫോളോ അപ്പ് ആയിട്ട് ചോദിക്കുകയാണ്. ഓക്കെ, ന്യൂഡൽഹി ആണ് നമുക്ക് ഓൾറെഡി ആൻസർ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ മെയിൻ അട്രാക്ഷൻസ് ദെയർ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺടെക്സ്റ്റിൽ ന്യൂഡൽഹിനെ കുറിച്ചുള്ള അട്രാക്ഷൻസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതങ്ങനെ തന്നെ വർക്ക് ചെയ്യണമെന്നും കൂടി ഒന്ന് എൻഷുർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇന്ത്യ ഹാസ് മെനി അട്രാക്ഷൻസ് ഇൻക്ലൂഡിംഗ് താജ്മഹൽ, ജയ്പൂർ, ആംബർ ഫോർട്ട്, കേരള ബാക്ക്വേർഡ്സ് ആൻഡ് ബീച്ചസ് ഓഫ് ഗോവ. ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ എന്നുള്ള കോൺടെക്സ്റ്റാണ് അപ്പോൾ അവിടെ സേവ് ആയിരിക്കുന്നത്. അപ്പോൾ ഏകദേശം അത് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ക്ലിയർ ആയി. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോകാം. ഇനി നമുക്ക് വേണ്ടത് ഇപ്പോൾ ഇംഗ്ലീഷിൽ ആൻസർ തന്നതിന് പകരം നമുക്ക് ഈ പറഞ്ഞ ആൻസർ മലയാളത്തിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നൊരു മൊഡ്യൂളാണ്. ഓക്കെ, അത് ഞാൻ ഡ്രാഗ് ചെയ്തിടുവാണ്. അതിനുശേഷം ഈ ഒരു കണക്ഷൻ ഞാൻ അത് ഡിലീറ്റ് ചെയ്യുവാണ്. അതിനുശേഷം ഈ ഒരു AI എന്നുള്ള ഡയറക്റ്റ് നോഡ് ഞാൻ ഈ ഒരു ഗ്രൂപ്പ് 4ലേക്ക് കണക്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൽ ടെക്സ്റ്റ് ഇൻപുട്ട് എന്നുള്ളത് വേരിയബിളാണ്. നമുക്ക് മാനുവൽ എൻട്രി ഉള്ള ഓപ്ഷനെ കാണിക്കുന്നത്. അപ്പോൾ അതിൽ ഈ വേരിയബിളായിട്ട് എൻട്രി ചെയ്യുവാണ് ഞാൻ ഈ ആൻസർ എന്നുള്ളത്. ഇവിടെ നമുക്ക് AI നിന്ന് കിട്ടിയിരിക്കുന്ന ആൻസർ ഇവിടെ സേവ് ചെയ്തു. ഇനി ഫ്രം ലാംഗ്വേജ് EN തന്നെയാണ്, ഇംഗ്ലീഷിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. 2 ലാംഗ്വേജ് ഡിഫോൾട്ടായിട്ട് MLനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഏത് ലാംഗ്വേജിൽ നിന്നും ഏത് ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്യാനുള്ളൊരു മൊഡ്യൂളാണ് ഈ കാണുന്നത്. ഇതിനു ശേഷം ഞാൻ ആൻസർ സേവ് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ ML_answer എന്ന് പറയുന്നൊരു പുതിയ വേരിയബിളിൽ സേവ് ചെയ്യുവാണ്. ഇനി നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഇംഗ്ലീഷിലുള്ള ആൻസർ അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു വേരിയബിൾ റിമൂവ് ചെയ്തിട്ട് ML ആൻസർ എന്നുള്ളതാണ് ഇനിയിപ്പോൾ യൂസറിലേക്ക് തിരിച്ചു കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിലേക്ക് കണക്ട് ചെയ്യുന്നു. നമുക്കിനിയിപ്പോൾ മലയാളത്തിലാണ് ആൻസർ കൊടുക്കണതെന്ന് നമുക്ക് നോക്കാം. ഇനി അതാണ് നമുക്ക് അടുത്ത് ടെസ്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. വാട്ട് ഈസ് സ്പെഷ്യൽ ദർ ഇൻ കേരള ബാക്ക് വാട്ടേഴ്സ് എന്ന് ഞാൻ ചോദിക്കുകയാണ്. നമുക്ക് നോക്കാം. മലയാളത്തിലാണ് ഇനിയിപ്പോൾ നമ്മൾ ആൻസർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആൻസർ വന്നിട്ടുണ്ട്. പരസ്പന്ദിതമായ തടാകങ്ങൾ, നദികൾ, കനാലുകൾ എന്നിവയുടെ പ്രശാന്തവും മനോഹരമായ ശൃംഖലയിലേക്ക് പേര് കേട്ടതാണ് കേരളത്തിലെ കായൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ കുറച്ചുകൂടി ലെങ്തി ആക്കാം. അപ്പോൾ അതിന് ഞാൻ ഈ ഒരു AI ഒന്നുകൂടി എഡിറ്റ് ചെയ്യുവാണ്. ഞാൻ അതിനുള്ള മെസ്സേജിൻ്റെ ഉള്ളിൽ 300 ക്യാരക്ടർ എന്നുള്ളതൊന്ന് 500 ആക്കിയിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ആൻസർ കിട്ടും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ മലയാളത്തിലും കൂടി ആൻസർ കിട്ടുന്നുള്ള കാര്യം നമ്മൾ കൺഫേം ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് കിടക്കാം. അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു ടെക്സ്റ്റായിട്ടാണ് ആൻസർ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മലയാളത്തിൽ കൺവേർട്ട് ചെയ്ത് മലയാളത്തിൽ നമ്മൾ യൂസിലേക്ക് കൊടുക്കുകയാണ്. ഇനി ഇതൊരു വോയിസ് ആയിട്ട് മാറ്റണം. അപ്പോൾ ഞാൻ ഈ ഒരു കണക്ഷൻ ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതിനുശേഷം അടുത്തൊരു മൊഡ്യൂളിലേക്ക് പോവാണ്. ടെക്സ്റ്റ് ടു സ്പീച്ച് എന്നുള്ളതാണ് ആ മൊഡ്യൂൾ. അപ്പോൾ അത് ഞാൻ ഒന്ന് ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ഇതിന് ശേഷം ഞാൻ ഈ ഒരു മൊഡ്യൂളിലേക്ക് കണക്ട് ചെയ്യുകയാണ്. നമ്മൾ മലയാളത്തിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ മലയാളം ടെക്സ്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു മലയാളത്തിലുള്ള വേരിയബിൾ ML ആൻസർ എന്ന് പറയുന്ന മലയാളം ഡേറ്റ ഞാൻ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷിൽ ഫീമെയിൽ. ഓക്കെ, ഇതുപോലെ ഡിഫോൾട്ടായിട്ട് ഞാൻ മലയാളം സെറ്റ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഏത് ലാംഗ്വേജിലേക്കും ഏത് വോയിസിലേക്കും നമുക്കിത് കൺവേർട്ട് ചെയ്യാം. അതിനിവിടെ ഡോക്യുമെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മൈക്രോസോഫ്റ്റ് അഷ്യൂറിൻ്റെ ഡോക്യുമെൻറ്റേഷനാണ് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കുന്ന വോയിസുകളും അവൈലബിൾ ആയിരിക്കുന്ന ലാംഗ്വേജുകളും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അതിലിവിടെ ലാംഗ്വേജ് സെലക്ട് ചെയ്യുക, ഫീമെയിൽ ആണോ മെയിൽ ആണോ, അതിൽ വോയിസ് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യും. ഇനി സേവ് ഇൻ വേരിയബിൾ, ഇതിപ്പോൾ ഒരു ഓഡിയോ ഫയലായിരിക്കും. അതിപ്പോൾ ഞാൻ ML വോയിസ് എന്ന് പറഞ്ഞ വേരിയബിളായിട്ട് സേവ് ചെയ്യണം. അപ്പോൾ ഈ വേരിയബിളിൽ ആ ഒരു ഫയലിൻ്റെ URL നമുക്ക് അവൈലബിൾ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ അത് ഞാൻ സേവ് ചെയ്തു. ഇനി യൂസറിലേക്ക് പോകുന്നത് ടെക്സ്റ്റ് മൊഡ്യൂളല്ല. ഇത്ര നേരം നമ്മൾ സെൻഡ് ചെയ്ത് ടെക്സ്റ്റ് മൊഡ്യൂളായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഇനി ഡിലീറ്റ് ചെയ്യുവാണ്. ഓക്കെ, ഇനി ഞാൻ സെൻഡ് ചെയ്യാൻ പോകുന്ന ഒരു ഫയലായിട്ടായിരിക്കും. കാരണം എനിക്ക് വോയിസിൻ്റെ ഫയലാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഓഡിയോ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഓഡിയോ ഞാൻ ഡ്രാഗ് ചെയ്തിടുവാണ്. അപ്പോൾ അതിലേക്ക് ശേഷം ഈ ഒരു ഗ്രൂപ്പ് 5 ഗ്രൂപ്പ് 3ലേക്ക് ഞാൻ കണക്ട് ചെയ്യുന്നു. ഇനി ഈ URL പകരം മാറ്റി വേരിയബിൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ML വോയിസ്, നമ്മളിവിടെ കിട്ടുന്ന വോയിസ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ യൂസറിലേക്ക് ഇനിയൊരു വോയിസ് ആയിരിക്കും പോവുക. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ പൊസിഷൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിരിക്കും. യൂസറുടെ നിന്ന് നമ്മൾ ആൻസർ ഒരു ടെക്സ്റ്റായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് അത് OpenAIയിലേക്ക് കൊടുത്തു. നമുക്ക് ആൻസർ തന്നു. അത് ഇംഗ്ലീഷിനാണ്, മലയാളത്തിലേക്ക് മാറ്റി. അത് നമുക്ക് മലയാളത്തിലെ വോയിസിലേക്ക് കൺവേർട്ട് ചെയ്തു. ആ വോയിസ് ഫയലായിട്ട് നമ്മൾ സെൻഡ് ചെയ്യുകയാണ് പോകുന്നത്. ഇനി ഇതും കൂടി നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. വോയിസ് പ്രോപ്പറായിട്ട് തരുന്നൊന്ന് ടെസ്റ്റ് ചെയ്യാനുണ്ട്. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഓക്കെ, നമ്മൾ ഓൾറെഡി
പ്രശാന്ത മനോഹരമായ ശൃംഖലയ്ക്ക് പേര് കേട്ടാണ് കേരളത്തിലെ കായൽ എന്നിവരെത്തി. ഓക്കെ, ഇനി ചോദിക്കുകയാണ് വാട്ട് ഓൾ ആർ ദോസ് അട്രാക്ഷൻസ് ദർ ഇൻ കേരള എന്ന് കൂടി ചോദിക്കുകയാണ്. നമുക്ക് നോക്കാം. യെസ്, ഓക്കെ, വോയിസ് ക്ലിപ്പായിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് പ്ലേ ചെയ്ത് നോക്കാം. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ, പെരിയാറിലെ വന്യജീവി സങ്കേതങ്ങൾ, കോവളം, വർക്കല എന്നിവിടങ്ങളിലെ മനോഹരമായ ബീച്ചുകൾ, കൊച്ചിയുടെ ചരിത്രപരമായ വാസ്തുവിദ്യ എന്നിവയും ഇവിടെയുണ്ട്. വാ, പ്രോപ്പറായിട്ട് ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ചെയ്തിരിക്കുന്ന ലിമിറ്റിൽ തന്നെയുള്ള ഒരു വോയിസ് ക്ലിപ്പാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി സ്റ്റെപ്പുകളിലേക്ക് പോകാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസർ ഇപ്പോൾ ചോദിക്കുന്ന ഒരു ടെക്സ്റ്റ് ആയിട്ടാണ്. ഇനി അതൊരു വോയിസ് ആയിട്ട് ചോദിക്കണം. ഇതേപോലുള്ള കൺവേർഷൻ നമ്മൾ റിവേഴ്സ് ആയിട്ട് ഇവിടെ ചെയ്യുന്നതാണ് അടുത്ത സ്റ്റെപ്പുകൾ വരുന്നുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ, ഇതിപ്പോൾ നമ്മൾ ടെക്സ്റ്റാണ് കളക്ട് ചെയ്യുന്നത് ഇവിടെ. അപ്പോൾ ഇത് ഞാൻ ഇങ്ങോട്ട് ക്യാൻവാസ് കുറച്ച് ഡ്രാഗ് ചെയ്തതിന് ശേഷം ഈ ടെക്സ്റ്റ് ഡാറ്റ ഞാൻ ഡിലീറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ടെക്സ്റ്റിന് പകരം നമുക്ക് ഇനിയിപ്പോൾ ചോദിക്കുന്നത് ഫയലായിരിക്കും എക്സ്പെക്ട് ചെയ്യുന്നത്. ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിസ് നമുക്ക് ഫയലായിട്ടാണ് റിസീവ് ചെയ്യാൻ പറ്റുക. സോ ഞാൻ ഈ ഫയൽ ഓപ്ഷൻ ഇവിടെ സേവ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ വീണ്ടും question_ ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, വോയിസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുകയാണ്. കാരണം ഞാൻ വോയിസ് ആയിട്ടാണ് സേവ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇഷ്ടമുള്ളൊരു നെയിം കൊടുക്കുന്നത് മാത്രം. വോയിസ് ആയിട്ട് എനിക്ക് കിട്ടി, അത് മലയാളത്തിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തത് എനിക്ക് വേണ്ട എന്താണ്, നോർമലി സ്പീച്ച് ടു ടെക്സ്റ്റ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വോയിസ് ആയിട്ട് കിട്ടി. അപ്പോൾ ഈ ഒരു സ്പീച്ച് ടെക്സ്റ്റ് മാറ്റണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു വേരിയബിൾ ക്വസ്റ്റ്യൻ വോയിസ് എന്ന് പറഞ്ഞ വേരിയബിളാണ് ഇവിടെ കളക്ട് ചെയ്ത ക്വസ്റ്റ്യൻ, മലയാളത്തിൽ ചോദിക്കുന്ന ചോദ്യം കളക്ട് ചെയ്യുന്നു. ഞാനിവിടെ OpenAI അല്ല ഉപയോഗിക്കുന്നത്, ഞാൻ അഷ്യൂറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അഷ്യൂറിൻ്റെ ഇനീഷ്യൽ ലാംഗ്വേജ് ML ഇന്ത്യൻ തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. ഇന്ത്യൻ തന്നെ സെലക്ട് ചെയ്യുന്നു. എനിക്കത് മലയാളമായിട്ട് തന്നെയാണ് തിരിച്ച് കിട്ടുക. അപ്പോൾ അത് ഞാൻ മറ്റൊരു വേരിയബിളിലേക്ക് സേവ് ചെയ്യുവാണ്. question_ മലയാളം എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്പീച്ച്, ഇപ്പോൾ യൂസർ സംസാരിച്ച ആ ചോദ്യം മലയാളത്തിലൊരു ടെക്സ്റ്റായിട്ട് നമുക്ക് തിരിച്ച് കിട്ടും. ഓക്കെ, ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റർ ഉപയോഗിക്കുന്നു. ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു ടെക്സ്റ്റിനെ നമ്മൾ ഇംഗ്ലീഷായിട്ട് മാറ്റുന്നു. ഓക്കെ, ഇപ്പോൾ ക്വസ്റ്റ്യൻ മലയാളം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, EN to ML എന്നുള്ളത് നേരെ ML to EN പോകണം. ഇവിടെ നമുക്കത് വീണ്ടും ക്വസ്റ്റ്യനായിട്ട് സേവ് ചെയ്യും. നമ്മൾ ആദ്യം സേവ് ചെയ്ത് അതേ വേരിയബിളിലേക്ക് അത് മാപ്പ് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ OpenAIയിലേക്ക് കൊടുക്കുന്നത്, ഈ മൊഡ്യൂളിലേക്ക്. ഞാനതിലേക്ക് ഡ്രാഗ് ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഫ്ലോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മലയാളത്തിൽ ചോദ്യം ചോദിക്കാം, മലയാളത്തിൽ ആൻസർ വരും. ഈ ഒരു സിസ്റ്റം റിപ്പീറ്റഡ് ആയിട്ട് പോകാം. ഫൈനലായിട്ട് ഇതൊന്നും കൂടി ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മൾ അവസാനം ചോദിച്ച ചോദ്യത്തിന് കേരളത്തിൽ വേറെ എന്തൊക്കെയാണ് അട്രാക്ഷൻസ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ കൊച്ചിനെ കുറിച്ചെല്ലാം പറഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ചോദ്യത്തിന് ഫോളോ അപ്പ് ആയിട്ട് മലയാളത്തിൽ തന്നെ വോയിസ് ആയിട്ട് അയച്ചു നോക്കാം. കേരളത്തിൽ ഒരു ദിവസത്തെ വിനോദയാത്രയ്ക്കായി പറ്റിയ ഏറ്റവും നല്ല സ്ഥലം ഇതാണ്. കുറച്ച് സമയമെടുക്കും, കാരണം കുറച്ച് കൺവേർഷൻസ് നടക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ APIs അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സോ അതിൻ്റേതായിട്ടുള്ള ഡിലേ അവിടെ എക്സ്പെക്ട് ചെയ്യാം. സോ ഇതൊരു ഫാൻസി ഫീച്ചറായിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക. അതിരപ്പിള്ളി വെള്ളച്ചാട്ടവും ആലപ്പുഴയിലെ പ്രശാന്തമായ കായലും കേരളത്തിലെ ഒരു ദിവസത്തെ ഉല്ലാസയാത്രയ്ക്ക് മികച്ച ഓപ്ഷനുകളാണ്. അവിസ്മരണീയമായ ഒരു ദിവസത്തെ യാത്രയ്ക്ക് അതുല്യവും മനോഹരവുമായ അനുഭവങ്ങൾ ഇരുവരും വാഗ്ദാനം ചെയ്യുന്നു. പെർഫെക്റ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാറ്റ് ബോട്ട് ബിൽഡറുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഓൾറെഡി അവൈലബിൾ ആയിരിക്കുന്ന മൊഡ്യൂൾസുകളാണ് ടെക്സ്റ്റ് ടു സ്പീച്ച്, സ്പീച്ച് ടു ടെക്സ്റ്റ്, ട്രാൻസ്ലേറ്റ്, അല്ലെങ്കിൽ OpenAIയുടെ ഈ ഒരു മൊഡ്യൂളെല്ലാം. സോ നിങ്ങളുടെ ബിസിനസ് പർപ്പസിനും ഒരു ചാറ്റ് ബോട്ടൊക്കെ ബിൽഡ് ചെയ്യാനും ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് libramic.com ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൈൻ അപ്പ് ചെയ്യാം. ഇപ്പോൾ ഒരു ഫ്രീ ട്രയൽ ഓൾസോ കമ്പനി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഇനി ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.